ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രിയ നേതാവ് എന്ന് പറയില്ല, മനുഷ്യസ്നേഹി, ഞങ്ങൾ കൂടപ്പുറത്ത് നജീബ് MLA, പെരിന്തൽമണ്ണ മണ്ഡലക്കാരെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു മനുഷ്യസ്നേഹം കിട്ടിയത്. അദ്ദേഹം ഒരാഴ്ച മുന്നേ ഒരു 4 സെന്റ് സ്ഥലം കിട്ടിയ ഒരു പാവപ്പെട്ട ക്യാൻസർ രോഗിയുടെ കുടുംബം, വളരെ പാവങ്ങളാണ് മോനോ, ഒന്നിൻ്റെ കുട്ടി സൗകര്യം ചെയ്തിരുമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നജീബ് സൗകര്യം ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ സുഹൃത്തായ ബാപ്പുട്ടി തിരുവക്കാട് അദ്ദേഹത്തോട് ഈ വിഷയം പറഞ്ഞു. ഒരുപാട് പാവങ്ങൾക്ക് വീടെടുക്കാൻ സ്ഥലം തന്നാണ് ഞങ്ങൾ ഭാവിക്കുന്നത്. ഉടനെ മോനോ ആയിക്കോട്ടെ, പെരുന്തൽമണ്ണ സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇന്ന് നജീബ് ഖാനെ രാവിലെ കാണാമെന്നാണ് നജീബ് രാവിലെ വിളിച്ചത്. അപ്പോൾ ആ സ്ഥല സൗകര്യം ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നജീബ് ഖാൻ ബാപ്പുട്ടി കൊണ്ടിടക്കുന്ന മുഴുവൻ മോനും കൂടെ അവരുടെ മോനാണ്. കാരണം എന്താ പറയുക, മക്കള് കാണണം അപ്പ ചെയ്യുന്ന പ്രവൃത്തി, എന്നിട്ട് അവര് നാളെ പ്രചോദനമാണ് സമൂഹത്തിന്, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന മക്കളെ മാറ്റി അല്ലേ ആ കോഴ്സ് കൊടുക്കാണ് ബാപ്പ. എന്താ നജീബ് ആ രണ്ട് വാക്ക്? അല്ല, വാപ്പുട്ടിക്കാനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, വീഡിയോയിൽ കണ്ടിട്ടുമുണ്ട്. ആദ്യമായിട്ടാണ് ഇപ്പൊ നേരിട്ട് കാണുന്നത്. എനിക്ക് വലിയ സന്തോഷം. പ്രത്യേകിച്ചും നമ്മളെ മക്കളെ നമ്മളെ വഴിയിൽ നടത്തുക എന്നുള്ളത് ഒരു വാപ്പന്റെ വിജയമാണ്. അത് ഏറ്റവും പ്രധാന കാരണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്, പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെറും സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയും അതിനുവേണ്ടി എന്ത് വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് വാപ്പുട്ടിയാക്കൾക്ക് അദ്ദേഹത്തിന്റെ അതേ മനസ്സിലുള്ള ഒരു മോനും കൂടെ ഉണ്ട് എന്നുള്ളത് അൽഹംദുലില്ലാ അത് പഠിച്ചോൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഒരു കാര്യം, മനുഷ്യന്മാരൊക്കെ പൈസക്ക് വേണ്ടി ഓടുകയാണ്. പക്ഷെ അവർക്ക് ലഭിക്കാത്തൊരു കാര്യം സന്തോഷമാണ്. ഈ പൈസക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളെ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവുമാണ്. ഇപ്പം നമ്മളെ നാസിർമാനൊക്കെയൊക്കെ അടക്കമുള്ള ആളുകൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്ത ആളാണ്. എപ്പോഴും എനിക്ക് വലിയ ഒരു കടപ്പാടും നന്ദിയുണ്ട്. കാരണം അത്രയേറെ എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ് നാസിർമാനൊക്കെ പലപ്പോഴും പറയാം, MLA നിങ്ങൾക്ക് നിങ്ങളെ മണ്ഡലത്തിലേക്ക് കുറച്ച് പാവപ്പെട്ടവർക്ക് കുറച്ച് കിറ്റുണ്ട്, നിങ്ങൾ വന്ന് കൊണ്ടുപോയിക്കോളി. അതുപോലെ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ, എന്താണ് സഹായം വേണ്ടി, അങ്ങനെ സഹായിക്കാൻ മാനുവാക്കൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് വാപ്പുട്ടിയാക്ക. അപ്പോൾ വാപ്പുട്ടിയാക്ക അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു നിഴലായിട്ട് മകൻ പേരെന്തായിരുന്നു, മുഹമ്മദ് സഹലും കൂടെ വരുന്നു എന്നുള്ളത്, സഹലിനും ആ മനസ്സല്ലാഹുന്ന് നിലനിർത്തി കൊടുക്കട്ടെ. ലോകത്ത് വിജയിച്ച മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ, അത് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നവരും മനസ്സിലാക്കണം. കൊടുത്ത മനുഷ്യന്മാർക്ക് മാത്രമേ ജീവിതം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നിരാശപ്പെട്ട് മരിച്ചുപോയതാണ്. അവർക്കൊന്നും ആനന്ദം ഭൂമിയിൽ അനുഭവിക്കാൻ കൊടുക്കുന്ന മനുഷ്യർക്കേ ആനന്ദം ഉണ്ടാവും, ഒരിക്കലും പ്രാർത്ഥനയില്ല. അത് കൂടും, കിണറ് പോലെയാണ്. നമ്മൾ കോരുന്ന കിണറിലെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി കൊടുക്കുന്നവർക്ക് പഠിച്ചവൻ പിന്നെയും കൊടുത്തോണ്ടിരിക്കും. അപ്പൊ കൊടുക്കുന്നത് കൊണ്ട് തീരൂലെന്ന് മനുഷ്യന്മാരെ നിങ്ങൾ മനസ്സിലായിക്കോളി. കൊടുക്കുന്നവർക്ക് ഒരിക്കലും തീരൂല. ഇന്ന് രാവിലെ മലയിൽ ഗദ്ദാഫി ഉണ്ടല്ലോ, മൂപ്പരാള് വോയിസ് ഇട്ടി കല്യാണിന്റെ മോനും വരണം നിർബന്ധമായിട്ട്. ഞാൻ മൂപ്പരാളെ പ്രൊഫൈൽ നോക്കി, ഉമ്മാനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫൈലാണ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഉമ്മാനെ സ്നേഹിക്കണം, ഉപ്പാനെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പ്രൊഫൈൽ കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ അതിലൂട്ട് ഇഷ്ടമായി. കാരണം ഉമ്മാന്റെ പൊന്നുമ്മാനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു. പിന്നെ കരിയാണ് ആ മനുഷ്യന്. മാനം ഉമ്മ കഴിഞ്ഞിട്ടല്ല, എപ്പിമ്മയും കഴിഞ്ഞിട്ടല്ലോ എന്തും. അവരൊന്നും കിട്ടുന്ന സന്തോഷം, അവരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ കിട്ടണ, അവര് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ, അവർക്ക് അത് തിരിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എത്ര മോനെ വെച്ച് അതാണ് മനുഷ്യല്ലേ. തീർച്ചയായിട്ടും ശരി നജീബ് ഖാൻ, ഏതായാലും സ്ഥലം ഇവിടെ ഓഫറായി. ഞാൻ വീട് പെട്ടെന്നാവട്ടെ. ഞങ്ങൾ നജീബ് ഖാന്റെ ഓഫീസിൽ വന്നപ്പോൾ ഒരുപാട് തിരക്കാണ്. എല്ലാരും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ സ്നേഹത്തോടെ എളിമത്തത്തോടെ ആളുകളോട് സംസാരിക്കാൻ കാണുമ്പോൾ തന്നെ കേരളത്തിലുള്ള മൊത്തം ജനപ്രതിനിധികൾ ഈ മനസ്സാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ നാസർ മോഹൻ.